മധുരിക്കും ഭാഷ മനതാരിലാനന്ദത്തേനൂറും ഭാഷ അച്ഛനും അമ്മയും കൊഞ്ചിക്കും ഭാഷ അമ്മൂമ്മ പാടിയുറക്കുന്ന ഭാഷ പറയുവാൻ എന്നെ പഠിപ്പിച്ച ഭാഷ പാടുവാൻ ആദ്യം പഠിച്ച ഭാഷ പകലിരവിന്നും പറയുന്ന ഭാഷ പാരിലെനിക്ക് പ്രിയമായ ഭാഷ മലയാളമാണെൻ്റെ മധുരിക്കും ഭാഷ മനതാരിലാനന്ദത്തേനൂറും ഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. അതിനാൽ നമ്മളൊക്കെ നമ്മുടെ മാതൃഭാഷയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയുന്ന നമ്മെ അറിയുന്ന ഭാഷയല്ലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. എൻ്റെ പേര് ഗോപിക. ഞാൻ പഠിക്കുന്നത് പട്ടാമ്പിയിലെ നിലയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ലിമന്റ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ആണ്. അവിടെ മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സർഗവാസനയെ പോഷിപ്പിക്കുന്ന ഒരു ക്ലബുണ്ട്. ആ ക്ലബിൻ്റെ പേരാണ് ഇറയം. ഇറയം കാഴ്ചക്കാരുടെ ലോകമാണ്. ഇവിടെ മഞ്ഞു പെയ്യുന്നു, നിലാവ് പൊഴിയുന്നു, വസന്തം ഇതൾ വിരിക്കുന്നു. വർഷത്തിൻ്റെ ആർദ്രഭാവത്തോടൊപ്പം ഇല പൊഴിയും ശിശിരവും മറ്റു ഋതുക്കളും ഇവിടെ വിരുന്നിനെത്തുന്നു. നമസ്കാരം, ഞാൻ ശ്രീദേവി. ഇറയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളും വരകളും മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സർഗപരമായ എല്ലാ കഴിവുകളെയും വികസിപ്പിച്ചെടുക്കുന്ന ഒരു ക്ലബ്ബാണെന്ന് കൂടി നിസ്സംശയം പറയാം. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇറയത്തിന് ഒരു വയസ്സ് തികയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിറന്നാൾ മന്ത്രം ഒന്ന് മനോഹരമാക്കിയാലോ? ഏതൊരു നല്ല കാര്യവും തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയിലൂടെ ആവുന്നതല്ലേ നല്ലത്? ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഞാൻ അനഘ. ഇറയത്തിന്റെ വാർഷികം അതിമനോഹരമായി കോളേജിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, കൊറോണ എല്ലാം നശിപ്പിച്ചില്ലേ. എന്നാലും ചില സന്തോഷങ്ങൾ അത് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഓൺലൈൻ പരിപാടിയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇറയത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ പറയുന്നത് കേൾക്കാം. നമസ്കാരം. ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ക്ലബ്ബുകളുടെ നിരയിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന ക്ലബ്ബുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഇറയം എന്നറിയപ്പെടുന്ന മലയാളം ക്ലബ്ബ്. കഴിഞ്ഞ വർഷത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളുടെ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട മലയാളം ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. ഇത്തവണയും വളരെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല എഴുത്തുകളും നല്ല മാസികകളും നല്ല സാഹിത്യ വാസനകൾ കുട്ടികൾ പരിപോഷിപ്പിക്കാനും എല്ലാം ഈ ഒരു ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇനി ധന്യതയുടെ നിമിഷങ്ങളാണ്. നമ്മൾ കാത്തിരുന്ന ആ സുന്ദര നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലേക്ക് കുറുങ്കവിതകളുമായി കടന്നു വന്ന് തൻ്റെതായ ഒരിടം നേടിയ കവി, അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. കവിതാ സമാഹാരങ്ങൾ, നോവലുകൾ, മറ്റനേകം കൃതികൾ കൊണ്ട് അനുഗ്രഹീതൻ. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്. ഇത്തരം വിശിഷ്ട വിശേഷണങ്ങൾക്ക് ഒരു നാമം.
വീരാൻകുട്ടി മാഷ്. ഉത്തരാധുനിക കവിതാപഥത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ വീരാൻകുട്ടി മാഷെ ലിമന്റിന്റെ സാഹിത്യവേദിയായ ഇറയത്തിന്റെ 1ാം വാർഷിക ഉദ്ഘാടനത്തിനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു. പട്ടാമ്പി ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അവിടെ നിങ്ങൾ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപിക വിദ്യ ടീച്ചർ, ഇറയം എന്ന പേരിലൊരു കൂട്ടായ്മ അവിടെ നടക്കുന്നുവെന്നും സജീവമായ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നുവെന്നും അറിയിക്കേണ്ടായി. വലിയ സന്തോഷം, വലിയ അഭിമാനം എനിക്ക് തോന്നുകയാണ്. കാരണം നിങ്ങളുടെ യൗവനത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും സുരഭിലമായ ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ കാലത്ത് നാം ഇടുന്ന അടയാളങ്ങളാണ് പിൽക്കാലത്ത് നമുക്ക് ഓർക്കാനും നാം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർഗാത്മകമായി എത്ര ആവിഷ്കരിക്കപ്പെട്ടു, സർഗാത്മകമായി നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ തെളിവുകൾ ആവശ്യമായി മുദ്രകളായിട്ട് ഇവിടെ പതിയേണ്ടതായിട്ടുണ്ട്. ഇറയം എന്ന് പറയുന്ന ഈ കൂട്ടായ്മ, അതിൽ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചു പോയ വിദ്യാർത്ഥികളുണ്ട്, സാബിത്തിനെ പോലെയുള്ള വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോഴുള്ള ദേവിക ലക്ഷ്മിയെ പോലെ വിദ്യാർത്ഥികളുണ്ട്, ദിവ്യ ടീച്ചർ അതിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ പലതരത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിട്ട് പിൽക്കാലത്ത് നിങ്ങൾക്ക് ഓർക്കാൻ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇട നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് നല്ല ഭക്ഷണം കഴിക്കും, ഒരുപാട് യാത്രകൾ പോകുകയൊക്കെ ചെയ്യും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എത്ര രുചികൾ അവശേഷിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എഴുതിയ കവിത വായിച്ചത് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ പുറത്ത് തട്ടി അഭിനന്ദിച്ച ആ ഒരു ഓർമ്മ, നിങ്ങൾ പാട്ടുപാടിയപ്പോൾ ഒരിക്കൽ കൂടി പാടുമെന്ന് സുഹൃത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ട ആ സന്ദർഭം, നിങ്ങൾ ചിത്രം വരച്ചപ്പോൾ എൻ്റെ കൂടി ചിത്രം വരയ്ക്കാമോ എന്ന് നിങ്ങളുടെ കാമുകനോ സുഹൃത്തോ ചോദിച്ച സന്ദർഭം, അത്തരത്തിൽ സർഗാത്മകമായി നിങ്ങൾ ജീവിച്ച സന്ദർഭങ്ങളാണ് ജീവിതത്തിലുടനീളം ഓർമ്മയായി നമ്മുടെ കൂടെ വരിക. മാർക്കേസ് പറയുന്നുണ്ട്, എത്ര ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല ജീവിതം, എത്ര ഓർക്കുന്നു, എങ്ങനെ ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മ വളരെ പ്രധാനമാണ്. ഓർമ്മിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നീണ്ട ജീവിതകാലം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ഇറയവും ലിമൻ കോളേജിലെ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ കാലവും ഒക്കെ, അതുപോലെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളും എഴുത്തോലയിലെ രചനകളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക. കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ദുരിതം സമ്മാനിച്ചത് യുവാക്കൾക്കാണ്, നിങ്ങൾക്കാണ്. കാരണം സഞ്ചരിക്കുകയും കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാലമാണ് യൗവനം. അതെല്ലാം നിർത്തിവെച്ച് മുറിയിലേക്ക്, വീട്ടിലേക്ക് ഒതുങ്ങിക്കൊണ്ടിട്ട് വന്ന നിങ്ങളാണ് ഏറ്റവും നഷ്ടം സഹിക്കുന്നത്. പക്ഷേ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും, ഇല്ലേ? ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ആർത്തിയുമായി നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവനവനിലേക്ക് നോക്കാൻ, അവനവൻ്റെ ആത്മാവിലുള്ള പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ തിരിച്ചറിയാൻ ഒരുപക്ഷെ ഈ സന്ദർഭം ചിലരെയെങ്കിലും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമി ഈ മലിനമായ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശുദ്ധി വീണ്ടെടുക്കുന്നത് പോലെ വ്യക്തി ജീവിതത്തിൽ പലതും വേണ്ട എന്ന് തീരുമാനിച്ച് വിശുദ്ധി വീണ്ടെടുക്കാനും ഈ കാലം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഇറയം പോലെയുള്ള മാസികാ പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളായാലും അതൊക്കെ നിങ്ങളെ തിളക്കി എടുക്കുമെന്നതിന് സംശയമില്ല. ഇറയം ഇറക്കുന്ന അതിൻ്റെ 1ാം വാർഷികമാണിത്. ഈ സന്ദർഭത്തിൽ ഇറക്കുന്ന ഡിജിറ്റൽ മാഗസിൻ എഴുത്തോല, അതിലെഴുതിയ വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുന്നു, അതിലെ എഡിറ്റർമാരെ ഞാൻ അഭിനന്ദിക്കുന്നു. വലിയ വലിയ പ്രവർത്തനമാണ് അതൊക്കെ. വലിയ എഴുത്തുകാരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് എഴുതിയ എഴുത്ത് മാസികയൊക്കെ സൂക്ഷിച്ചു വയ്ക്കും, പൊന്നും പോലെ സൂക്ഷിച്ചു വയ്ക്കും. ഒ വി വിജയൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അരീക്കോട് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയ കഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരും ഇതുപോലെയുള്ള മാസികയിൽ എഴുതിയാണ് തുടങ്ങുക. അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ വലിയ എഴുത്തുകാരാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അന്ന് നിങ്ങൾ ഈ ഇറയത്തെയും ഈ എഴുത്തുകാരെയും ഓർക്കും. എല്ലാവർക്കും ഷബീർ സാറ് നിങ്ങളോടൊപ്പം ഉണ്ട്, അതുപോലെ വിദ്യ ടീച്ചറുണ്ട്. എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ഇത്തരം സർഗാത്മക മുന്നേറ്റങ്ങൾ ഇനിയും ലിമൻ കോളേജിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കവിത ചൊല്ലി ഞാൻ ഇത് വാർഷിക ഉദ്ഘാടനം ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഈ എഴുത്തോല പ്രകാശനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.
താഴ്വരയിലെ പച്ചക്കിടയിൽ ഇലയുണങ്ങി നിൽക്കും മരമേ, പൂത്തതാണെന്ന് കരുതി ദൂരെ നിന്നൊരാൾ നിന്നെ മനസ്സിൽ പകർത്തി കൊണ്ടുപോയിട്ടുണ്ട്. താഴ്വരയിലെ പച്ചക്കിടയിൽ ഇലയുണങ്ങി നിൽക്കും മരമേ, പൂത്തതാണെന്ന് കരുതി ദൂരെ നിന്നൊരാൾ നിന്നെ മനസ്സിൽ പകർത്തി കൊണ്ടുപോയിട്ടുണ്ട്. മരിക്കും വരെ അയാളിനുണ്ടാകും പൂത്തപടി തന്നെ നീ. മരിക്കും വരെ അയാളിനുണ്ടാകും പൂത്തപടി തന്നെ നീ. അയാളിൽ നിന്ന് കേട്ട് മറ്റുള്ളവരും നിന്നെ അയാളിൽ നിന്ന് കേട്ട് മറ്റുള്ളവരും നിന്നെ കൂടുതൽ പൂക്കളോടെ സങ്കല്പിക്കും. പൂക്കാലമായി നിന്നെ വരയ്ക്കും ഒരാൾ കവിയും എഴുതിയേക്കാം. പൂക്കാലമായി നിന്നെ വരയ്ക്കും ഒരാൾ കവിയും എഴുതിയേക്കാം. താഴ്വരയിലെ പച്ചക്കിടയിൽ ഇലയുണങ്ങി നിൽക്കും മരമേ, ഒരു നാളും ഉണങ്ങുകയില്ലല്ലോ ഇനി നീ. ഒരു നാളും ഉണങ്ങുകയില്ലല്ലോ ഇനി. 2019-20 വർഷത്തിൽ ഇറയം കാഴ്ചവെച്ച പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടം. 2019-20 അധ്യയന വർഷത്തിൽ മലയാള ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കാനായി വായനാ ദിനത്തിലാണ് ഇറയം ക്ലബ് രൂപീകരിക്കുന്നത്. വായന വാരാചരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ കാഴ്ചവെക്കാൻ ഇറയത്തിനു കഴിഞ്ഞു. ജൂലൈ 5 ബഷീർ ഓർമ്മ ദിനാചരണത്തിൻ്റെ ഭാഗമായി ക്വിസ് മത്സരവും മറ്റു പരിപാടികളും നടത്തുകയുണ്ടായി. തുടർന്ന് കവിയും കാവ്യാസ്വാദകനുമായ ശ്രീ രാജീവ് കാറൽമണ്ണയുടെ കരകമലങ്ങളാൽ ഇറയത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും ഇറയം മാഗസിൻ പ്രകാശനവും നടന്നു. നിരവധി വിശിഷ്ടാതിഥികളാണ് ഇറയം ഉദ്ഘാടനത്തിന് ആശംസാ പ്രവാഹവുമായി എത്തിയത്. അതിനോടനുബന്ധിച്ചു നടത്തിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വേദിയെ ഊർജ്ജസ്വലവും ആവേശഭരിതവുമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ ആരംഭിച്ച ഇറയത്തിൻ്റെ പേജുകൾ വിദ്യാർത്ഥികളുടെ സർഗവൈഭവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ദിനാചരണങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന വാക്കുകൾ കൊണ്ട് കോളേജ് നോട്ടീസ് ബോർഡുകളെ അലങ്കരിച്ചു. മലയാള സാഹിത്യത്തിലേക്ക് സമഗ്ര സംഭാവനകൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ പ്രിയ കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ മഹാകവി അക്കിത്തത്തെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ പോയി ആദരിച്ചു. ഒന്നിലധികം ദിവസം നീണ്ടുനിന്ന ജ്വാല ആർട്സ് ഫെസ്റ്റിനു ഇറയത്തു നിന്നുള്ള ശബ്ദമായിരുന്നു ജ്വാല സപ്ലിമെന്റ്. കൂടാതെ ONVയുടെ ഓർമ്മദിനം സംഗീത സാന്ദ്രമായി ആചരിക്കാനും ഇറയത്തിനു സാധിച്ചു. ഇങ്ങനെ കലാലയത്തിൻ്റെ ഉൾത്തുടിപ്പായി ലിമന്റ് ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ കുറിച്ചിടപ്പെട്ട പേരാണ് ഇറയം. കവിയും കാവ്യാസ്വാദകനും ഭാഷയുടെ ജീവൻ കവിതകളിലാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സാഹിത്യ ലോകത്തിലേക്ക് കാലെടുത്തു വെച്ച ഇറയം ക്ലബിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ രാജീവ് കാറൽമണ്ണയെ ഇറയം ക്ലബിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമാകാനും ആശംസ അറിയിക്കുവാനും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പട്ടാമ്പി ലിമൻസ് കോളേജിൻ്റെ ആ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇറയം എന്ന ഒരു ക്ലബിൻ്റെ ലിറ്ററേച്ചർ ക്ലബ്ബാണ്. അതിൻ്റെ 1-ാം വാർഷികം ആഘോഷിക്കുകയാണ് എന്നറിഞ്ഞു. ഏറെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഈ ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള അവസരമുണ്ടായത് എനിക്കാണ്. സാധാരണഗതിയിൽ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആയാലും എല്ലാ വർഷങ്ങളിലും ഒരുപാട് ക്ലബ്ബുകളുടെ പുതിയ പുതിയ പേരുകളിൽ ഒക്കെ ഉദ്ഘാടനങ്ങൾ നടത്തും, ഗംഭീരമായി നടത്തും. പക്ഷെ പിന്നീട് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാറില്ല. ആ ഒരു വർഷം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തുടക്കത്തിലെ കുറച്ച് പരിപാടികൾ കൊണ്ട് തന്നെ അതങ്ങനെ മരവിച്ചു പോകുന്ന രീതിയാണ് പതിവ്. എന്നാൽ ഇറയം ഒരു വർഷത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ 1-ാം വാർഷിക ആഘോഷം. തീർച്ചയായും വളരെ നല്ല കാര്യം. കുറച്ചു പേര് ഇത് ഒരു ആവേശമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മുന്നോട്ട് പോക്ക്. തീർച്ചയായും ഇത് തന്നെയാണ് വേണ്ടത്. ആരെങ്കിലുമൊക്കെ പിന്നിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴേ മുന്നിൽ നടക്കാൻ ആളുണ്ടാകൂ. പിന്നിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. അപ്പോഴേ മുന്നിലേക്ക് അത് നടക്കൂ എന്നുള്ളതാണ് പൊതു നിയമം. പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക സംഘം, ലിറ്ററേച്ചർ ക്ലബ്ബ് ഒക്കെ
വളരെ ഗംഭീരമായി തന്നെ ഒരു കോളേജിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വർഷം അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കലാലയത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ലിറ്ററേച്ചർ വിങ്. മാനവികത എന്ന വിഷയത്തിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒന്നാണ് ഈ ലിറ്ററേച്ചർ. ഭാഷ നഷ്ടപ്പെട്ടാൽ സംസ്കാരം നഷ്ടപ്പെടും. സംസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ജോലികളിലാണ് ഭാവിയിൽ ഏർപ്പെടുന്നതെങ്കിലും അവിടെ ഒന്നും ഒരു മനുഷ്യനെന്ന നിലയിൽ വിജയിക്കാനോ അന്യരെ സഹായിക്കാനോ നിങ്ങൾക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനം മാനവികത, ഭാഷ, സ്നേഹം ഒക്കെ തന്നെയാണ്. ഇറയം എന്ന ക്ലബിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും ഈ പുതിയ കാലത്ത് ഇപ്പം ഇതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അല്ലേ, ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആശംസാ പ്രസംഗം വേണ്ടി വരുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലിരുന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ആഘോഷം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും വാക്കുകളെ സംയോജിപ്പിച്ച് എഡിറ്റ് ചെയ്ത് വെർച്വൽ ലോകത്തിരുന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് യഥാർത്ഥ ലോകത്തല്ല നമ്മളിപ്പോൾ ഉള്ളത്, വെർച്വൽ ലോകത്താണ്. ഈ വെർച്വൽ ലോകത്ത് ഇരിക്കുമ്പോഴും നമുക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇണക്കപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ എന്നെങ്കിലും സമാധാനിക്കാം. പ്രവർത്തനങ്ങൾ ഇങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. എന്തായാലും ഇറയം ക്ലബ്ബ് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയ ഒരു കവിത ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു കവിത തന്നെ, കുറച്ച് വരികൾ മാത്രമുള്ള ഒരു കവിത ചൊല്ലാം. അത് ഏത് കവിത വേണം എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത്. അതേക്കുറിച്ച് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ ചുള്ളിക്കാടിൻ്റെ ഒരുപാട് കവിതകൾ ധാരാളം ചൊല്ലപ്പെട്ടതാണല്ലേ. യാത്രാമൊഴി, പ്രണയഗീതം, ആനന്ദധാര, പോകൂ പ്രിയപ്പെട്ട പക്ഷി, ഗസൽ, അങ്ങനെ ഒരുപാട് കവിതകൾ ഇങ്ങനെ പലരും, ഞാൻ ഉൾപ്പെടെ പല വേദികളിലും അദ്ദേഹം കവി തന്നെ ധാരാളം സ്ഥലത്ത് ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് അത്രയൊന്നും പരിചയമില്ലാത്തൊരു കവിത കയ്യിൽ തടഞ്ഞു. ഒഴിവു ദിവസം എന്നാണ് കവിതയുടെ പേര്. ആ കവിത ഒന്ന് ചൊല്ലി നോക്കാം. 1981 എഴുതിയ കവിതയാണെന്നുള്ളതാണ് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒഴിവു ദിവസം. പകലിനക്കരെ മകരസന്ധ്യതൻ രുധിരജാലകം അടഞ്ഞിരിക്കുന്നു. പകലിനക്കരെ മകരസന്ധ്യതൻ രുധിരജാലകം അടഞ്ഞിരിക്കുന്നു. സ്മൃതിജലം നിറച്ചൊരു ഹൃദയത്തിൻ സ്ഫടികഭാജനം ഒഴിഞ്ഞിരിക്കുന്നു. ഘടികാരത്തിൽ ഞാൻ മറന്ന കാലത്തിൻ ചിറകടി പോലും നിലച്ചിരിക്കുന്നു. മനസ്സിലുള്ളതീ മരണവീടിൻ്റെ മഹാമൗനം മാത്രം. ശിരസിലുള്ളതീ അപസ്മാരത്തിൻ മുൾക്കിരീടവും മാത്രം. ഒരു വെള്ളത്താളും വരണ്ട പേനയും മരവിപ്പും മാത്രം. അതിഥികളാരും വരുവാനില്ലിനി, വിഫല സൗഹൃദം പകരാനില്ലിനി. മിഴികളിൽ മഞ്ഞിൻ യവനിക വീണു, ഇരുളിനുള്ളിൽ എൻ നിഴൽപ്പാടുമാഞ്ഞു. ഒരു വരി പോലും കുറിച്ചു വയ്ക്കാതെ എനിക്കു മാത്രം ഞാൻ മരിച്ചിരിക്കുന്നു. ഒരു വരി പോലും കുറിച്ചു വയ്ക്കാതെ എനിക്കു മാത്രം ഞാൻ
മരിച്ചിരിക്കുന്നു. ഇതോടുകൂടി എൻ്റെ ഈ ആശംസാ സന്ദേശം അവസാനിക്കുകയാണ്. ഈ ഒരു പരിപാടിക്കും എന്നെ ഓർത്തതിനും വിളിച്ചതിനും ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി നമുക്ക് ഇറയത്തിലെ കൂട്ടുകാരുടെ ഒരു നാടൻ പാട്ട് കാണാം. ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. എഴുത്തിൻ്റെ കൂട്ടുകാരൻ, ഇറയത്തിൻ്റെ ആദ്യത്തെ സാരഥി സാബിത് കൊപ്പം. ഈ വാർഷികാഘോഷത്തിലേക്ക് ശ്രീ സാബിത് കൊപ്പത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സാബിത് കൊപ്പം, ഇറയം മലയാളം ക്ലബിന്റെ മുൻ സ്റ്റുഡന്റ് കോർഡിനേറ്ററാണ്. ഇറയം അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്നു എന്നത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ ക്ലബ്ബ് രൂപീകരിക്കുന്ന സമയം തൊട്ട് ഇന്നുവരെ ഇതിന്റെ ഒപ്പം ഒരു ഭാഗമാവാൻ കഴിഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കോളേജിലേക്ക് ആദ്യമായി വരുന്ന സമയത്ത് ലിമൻ കോളേജിൽ ഒരു ക്ലബ്ബ്, മലയാളം ക്ലബ്ബ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നിരന്തരമായി ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ 3ാം വർഷം പടിയിറങ്ങുന്ന സമയത്തെങ്കിലും ഒരു ക്ലബ്ബ് രൂപീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ തുടക്കകാലം നെല്ലിക്ക പോലെയായിരുന്നു, കയ്പേറിയതും പിന്നീട് മധുരിക്കുകയും ചെയ്ത നല്ല ഓർമ്മകളുള്ള ഒരു സമയമായിരുന്നു ഇറയത്ത്. ലിമൻ കോളേജിൽ ഇത്രയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ക്ലബ്ബ് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമാണ്. കാരണം അത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഇടയിൽ സജീവമായിരുന്നു, അവരുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു നാമമായിരുന്നു ഇറയം എന്ന പേര്. അത്രത്തോളം വിപുലമായി തന്നെ നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുകയും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പേരുണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് അതിന്റെ ഉന്നമനത്തിനു വേണ്ടിയും എല്ലാം ഒരുപാട് പ്രയത്നിച്ച, അല്ലെങ്കിൽ അതിന് ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു ക്ലബ്ബ് കൂടിയാണ് ഉള്ളത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. 1ാം വാർഷികം ആഘോഷിക്കുന്ന ഇറയം മലയാളം ക്ലബിന് എന്റെ എല്ലാവിധ ആശംസകളും. വാക്കുകളും വരകളും കൊണ്ട് അനുഗ്രഹീതമായ ഇറയത്തു നിന്നും ചൊൽവടിവിന്റെ തഴക്കമുള്ള ഒരു കവിതയായാലോ? ഇന്നു നീ സുമംഗലി. കർക്കടക്കെടുതികൾ നീങ്ങവേ മൽ സങ്കൽപ്പ സ്വർഗദൂതൻ പോൽ ആരാൽ പൊന്നു ചിങ്ങവുമെത്തി അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോടൊത്തു വന്നു ഞാൻ, വിധവയാം നിന്നെ വിൽക്കുവാനാരേ, പിറ്റേന്നൊരു
പിറ്റേന്ന് കത്തും കാല്യകാന്തിതൻ മുന്നിൽ സൂര്യൻ ഉൽപ്പതിഷ്ണുവായി കത്തും അഗ്നിദേവനു മുന്നിൽ ആനദാനമൽപ്പം പൊക്കി നീ കാട്ടിത്തന്നൊരാ നഗ്നകളത്തിൽ ഞാൻ കെട്ടിച്ചു ചെറുതാലി മൈലാഞ്ചി ചുകപ്പറ്റ കൈവിരലഞ്ചും കൂട്ടി ചേലഞ്ചും വെൺതാമരമൊട്ടു പോലുയർത്തവേ നിന്റെ കൈ പിടിച്ചു ഞാൻ ഗൃഹ്ണാമി ചൊല്ലി ഗൃഹത്തിൻ്റെ സൗഭാഗ്യത്തിനും നിൻ സൗമംഗല്യത്തിനും നിൻ മലർക്കുടന്നയിൽ ദേവരൻ നിറച്ചതാം നിൻ മലർ മന്ത്രത്തോടെ ചോർത്തു ഞാൻ ഹോമിപ്പിച്ചു സ്ഥിരയാകാവൂ കല്ലുപോലെ നീ സ്ഥിരയാകാവൂ കല്ലുപോലെ നീ ജപിച്ച് നിൻ ചരണം പിടിച്ചു ഞാൻ അമ്മിമേൽ ചവിട്ടിച്ചു സഹധർമ്മിണി നിൻ ഏഴടിയാൽ അളന്നു ഞാൻ ഗൃഹജീവിതത്തിൻ്റെ ദീർഘമാർഗം ക്രിയകളെല്ലാം തീർന്നു ക്രിയകളെല്ലാം തീർന്നു വിധവാ വിവാഹത്തിൻ ജയഘോഷം പോൽ ആർപ്പുവിളികൾ ഉയർന്നപ്പോൾ പൊട്ടി വീണില്ല ആകാശം വറ്റിയില്ല ലയാഴി പൊട്ടിയില്ലും മിത്രമാം കർമ്മസാക്ഷിതൻ കണ്ണും നിന്നിൽ എന്തൊരു മാറ്റം വരുത്തിയിലാരേ കാലം നിന്നിൽ എന്തൊരു മാറ്റം വരുത്തിയിലാരേ കാലം ഇന്നലെ വിധവ നീ ഇന്നോ നീ സുമംഗലി ജാതി മര്യാദ ഭംഗഭീതി വിഹ്വലരായി നിൻ ജ്ഞാനികൾ കാട്ടിക്കൂട്ടില എന്തെന്തു കാട്ടായങ്ങൾ ഭീകരമവരെന്നാൻ ഇളക്കി വിട്ടിടിന ഭൂകമ്പം വെറും ചായക്കോപ്പേലെ കൊടുങ്കാറ്റായി പാഞ്ഞുപോം കാലത്തിനെ തളച്ചു നിർത്താൻ തൻ്റെ ചീഞ്ഞ പൂണൂലാൽ പാഞ്ഞുപോം കാലത്തിനെ തളച്ചു നിർത്താൻ തൻ്റെ ചീഞ്ഞ പൂണൂലാൽ ഇതേ നമ്പൂരിക്കെന്നും മോഹം. നന്ദി, നമസ്കാരം. പാട്ടുകൾ ഇന്നും നമുക്ക് ഹൃദ്യമാണ്. അതിപ്പോൾ ഏതു തരം പാട്ടുകളായാലും നമുക്കിനിയൊരു ലളിതഗാനം കേട്ടാലോ? ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ എൻ്റെ കണ്ണിൻ്റെ മയിൽ വർണ്ണമാകയാലോ കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ എൻ്റെ കണ്ണിൻ്റെ മയിൽ വർണ്ണമാകയാലോ ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം
ആകാശവർണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ആഴിതൻ വർണ്ണം ആകാശവർണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം ദൂരത്ത് മാല വനങ്ങൾ തൻ സാന്ദ്രമാം വർണ്ണം ചാരുകോരോചനം കുറി തൊട്ട ചന്തത്തിൻ വർണ്ണം ദൂരത്ത് മാല വനങ്ങൾ തൻ സാന്ദ്രമാം വർണ്ണം ചാരുകോരോചനം കുറി തൊട്ട ചന്തത്തിൻ വർണ്ണം കാളിന്ദി വർണ്ണം കായാമ്പുവർണ്ണം ഗോപികാ പുണ്യം നുകരുന്ന വർണ്ണം കാളിന്ദി വർണ്ണം കായാമ്പുവർണ്ണം ഗോപികാ പുണ്യം നുകരുന്ന വർണ്ണം ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണൻ്റെ മുകിൽ വർണ്ണമാകയാലോ എൻ്റെ കണ്ണിൻ്റെ മയിൽ വർണ്ണമാകയാലോ ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിജിതയാണ്. സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ സൗഹൃദം. ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ എന്താ സാധനം? ഒരു സൗഹൃദത്തെയും നമുക്ക് 2-3 വാക്കിലൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 മനസ്സുകൾ തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയാം. പക്ഷെ പല സൗഹൃദങ്ങളും ഒരു പൊട്ടിയ കണ്ണാടി പോലെയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നല്ല ഭംഗിയിലൊരു കണ്ണാടി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് പെട്ടെന്ന് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയൊക്കെ യോജിപ്പിച്ചു കഴിഞ്ഞാലും അതിനതിൻ്റെ പഴയ ഭംഗി തിരിച്ചു കിട്ടില്ല. അവിടെ ഒരു വിടവ് അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എത്രയൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു സൗഹൃദം ആയിക്കോട്ടെ, അതൊന്ന് എവിടെയെങ്കിലുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയൊക്കെ യോജിപ്പിച്ചു കഴിഞ്ഞാലും അതിനതിൻ്റെ പഴയ വിശ്വാസമോ ഉറപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ സൗഹൃദങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടായിരിക്കും. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കണ്ണാടി പൊട്ടുന്നത് തന്നെ ഇരുന്നു കൊണ്ടാണോ? ഒന്നെങ്കിൽ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും അവിടെ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു സൗഹൃദവും തന്നെ നശിക്കുന്നില്ല. ഒന്നെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുകൊണ്ടോ ആയിരിക്കാം. അതിലും ചെറിയ ചില സൗഹൃദങ്ങളുണ്ട്, അവർക്ക് നശിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് ചിലരുടെയൊക്കെ സന്തോഷത്തിനും ചിലരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ്. വേറെ രീതിയിൽ പറയുവാണെങ്കിൽ തെറ്റിദ്ധാരണകൾ കാരണമാണ്. അങ്ങനെ ചിലരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മുടെ ചങ്ങാതിമാരുടെ കണ്ണ് നമ്മളൊന്ന് നിറയിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവരെ നമ്മൾ സങ്കടപ്പെടുത്തുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, അവർ നമുക്ക് ആരായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ലൈഫിലുള്ള റോൾ എന്തായിരുന്നു. അതെ, നമ്മുടെ ലൈഫിൽ നമ്മളെക്കാൾ റോൾ അവർക്കായിരിക്കും. പലപ്പോഴും ഒരുപാട് സപ്പോർട്ട് ചെയ്തത്, തളർന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മളെ കൈ പിടിച്ചിട്ട് ഞാനുണ്ടാ, ഒന്നും പേടിക്കാനില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിർത്തിയത് ഒക്കെ അവരായിരിക്കും. എന്നിട്ടും ചിലരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉറ്റ ചങ്ങാതിമാരെ തള്ളി പറയുമ്പോൾ അവിടെ ശരിക്കും തോറ്റു വന്നത് നമ്മളല്ലേ? അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയേണ്ടതാണോ ഒരു സൗഹൃദം? നമ്മുടെ കൂടെ ലൈഫ് ലോങ് വേണ്ടവരല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? നമ്മളൊക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും, നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരുപാട് പ്രായമാകുമ്പോൾ അപ്പോഴും ആ സൗഹൃദങ്ങളൊന്നും നശിക്കാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴല്ലേ അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ കാരണം ഒരു സൗഹൃദവും നഷ്ടപ്പെടാതിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ഫ്രണ്ട്ഷിപ്പും നശിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം അവന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ തന്നെയാണ്. അതിവിപുലമായ
പ്രൗഢഗംഭീരമായ ഈ ആഘോഷ പരിപാടികൾക്ക് ഇവിടെ അവസാനം കുറിക്കാറായിരിക്കുന്നു. ഈ അവസരത്തിൽ ഇറയത്തിൻ്റെ വിദ്യാർത്ഥി കോർഡിനേറ്റർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ദേവിക ലക്ഷ്മി, നമ്മുടെ ഇപ്പോഴത്തെ ഇറയം കുടുംബത്തിന്റെ വിദ്യാർത്ഥി കോർഡിനേറ്ററാണ്. നമുക്കറിയാം, ഏറെ വിഷമകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാനേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിവിപുലവും പ്രൗഢഗംഭീരവുമായി നമ്മുടെ ഇറയം കുടുംബത്തിന്റെ 1ാം വാർഷികം ഇവിടെ ആഘോഷിച്ചിരിക്കുകയാണ്. ഈ പരിപാടി നമ്മളോടൊപ്പം പങ്കുചേർന്ന മുഖ്യാതിഥിയും ഉത്തരാധുനിക കവിയുമായ ശ്രീ വീരാൻകുട്ടി സാറിനും ആശംസകളേകിയ കവിയും കാവ്യാസ്വാദകനുമായ ശ്രീ രാജീവ് സാറിനും ഈ വേളയിൽ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ശ്രീ ഷബീർ സാറിനും ഇറയം കുടുംബത്തിന്റെ നെടുന്തൂണായ ശ്രീ വിദ്യാ മിസ്സിനും ഈ ജൈത്രയാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടെ നിന്ന എല്ലാവർക്കും ഈ വേളയിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.